നമസ്തേ. ഞാൻ ഹിന്ദുമതത്തെപ്പറ്റി പല വീഡിയോകൾ ചെയ്തു വരുന്നുണ്ട്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കുറേ നാളുകളായിട്ട്, മാസങ്ങളായിട്ട് അത് ചെയ്യുന്നതാണ്. ഉപനിഷത്തുകളെക്കുറിച്ചും പ്രധാനപ്പെട്ട 11 ഉപനിഷത്തുകളെക്കുറിച്ചും അതുപോലെ ഗീതയെ 18 അധ്യായങ്ങളെക്കുറിച്ചും എല്ലാം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ അറിയേണ്ടതായ പ്രധാന തത്വങ്ങളെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ശാസ്ത്രീയ യുക്തിയുടെ വെളിച്ചത്തിൽ അവതരിപ്പിക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സനാതനധർമ്മ ഒരു പ്രശ്നമായി വന്നപ്പോൾ, പരക്കെ അതൊരു ചർച്ചാ വിഷയമായപ്പോൾ, അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള വീഡിയോകളാണ് ഞാൻ ചെയ്തു തുടങ്ങിയത്. ഇപ്പോൾ അത് സംബന്ധമായിട്ട് അതിനനുബന്ധമായിട്ട് പല കാര്യങ്ങളും പറയേണ്ടി വരുന്നു. എൻ്റെ വീഡിയോയുടെ അടിയിൽ കമൻറ്റുകളായിട്ട് വരുന്നതിൽ പലതും ഹിന്ദുമതത്തെ തന്നെ പുച്ഛിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകളാണ്. എന്താണ് അവർ ആ പുച്ഛത്തിനുള്ള കാരണമായിട്ട് പറയുന്നത്? അതായത് ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണയത്തിൻ്റെ മതമല്ലേ, ജാതി വിവേചനത്തിൻ്റെ മതമല്ലേ, എന്നിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നതൊക്കെ പണ്ട് കുറേ ആൾക്കാർ, കുറേ നൂറ്റാണ്ടുകൾ കുറേ ആൾക്കാർ മറ്റുള്ളവരുടെ മേൽ അയിത്തവും അനാചാരങ്ങളും ആചരിച്ച് അവരെ അടിമകളെപ്പോലെ കണ്ട്, മൃഗങ്ങളെപ്പോലെ കണ്ട് അവരെ ചവിട്ടി താഴ്ത്തുന്ന പല ചരിത്ര വസ്തുതകളുമുണ്ട്. അതെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാണ് ഇതല്ലേ നിങ്ങളുടെ മതം എന്ന് അവർ ചോദിക്കുന്നത്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഇതല്ല ഹിന്ദുമതം എന്ന് പറയുന്നത്, അതല്ല. കുറേ ആൾക്കാർ കുറേ വർഷങ്ങൾ നടത്തിയ അനാചാരങ്ങളോ അതിക്രമങ്ങളോ ഒന്നുമല്ല ഹിന്ദുമതം. അങ്ങനെയാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളിൽ ഇത് നിഷ്കർഷിച്ചിട്ടുണ്ടാവും. നിങ്ങൾ പോയി കൊന്നിട്ട് വാ എന്ന് പറയുന്ന ഒരു മതമുണ്ടെങ്കിൽ, അങ്ങനെ ഒരാൾ കൊന്നു കഴിഞ്ഞാൽ അയാൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ്. ആ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതിന് അയാളെ മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ, അത് മതത്തെക്കുറിച്ച് കൂടി പറയണം. അവരുടെ പുസ്തകം എടുത്തു വെച്ച് നോക്കണം. അപ്പോൾ അതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മതത്തിൻ്റെ കുറ്റമാണ്. പക്ഷെ നിങ്ങൾ പറയൂ, ഈ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഈ അതിക്രമങ്ങൾ, അനാചാരങ്ങൾ, അത്യാചാരങ്ങൾ ഇതെല്ലാം ഈ അതിക്രമങ്ങളെല്ലാം ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഹിന്ദുമതത്തിന് ആസ്പദമായ ആത്മീയ തത്വങ്ങൾ അടങ്ങിയിട്ടുള്ളത് 10 പ്രധാനപ്പെട്ട ഉപനിഷത്തുകളിലും അതുപോലെ ഭഗവത്ഗീതയിലുമാണ്. അവിടെ എവിടെയെങ്കിലും ഇതുപോലുള്ള അടിച്ചമർത്തലുകൾ പറഞ്ഞിട്ടുണ്ടോ? അത് നിങ്ങൾ നോക്കുക. ഇത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഹിന്ദുമതത്തെ അധിക്ഷേപിക്കാൻ. അങ്ങനെയില്ലെങ്കിൽ ഹിന്ദുമതത്തെ അല്ല അധിക്ഷേപിക്കേണ്ടത്, മതവിരുദ്ധമായിട്ട് ഇമാതിരി പ്രവൃത്തികൾ ചെയ്ത ആളുകളെ വേണം നിങ്ങൾ വിമർശിക്കാൻ. മതത്തിൻ്റെ കുഴപ്പമല്ല അത്, കുറേ ആൾക്കാരുടെ കുഴപ്പമാണ്. അവരെ തള്ളി മാറ്റിയിട്ട് മതത്തെ നിങ്ങൾ സ്വീകരിക്കണം. അതല്ലേ വേണ്ടത്? കുറെ ഈ നമ്പൂതിരിമാരുടെയും മറ്റേ ഇണ്ടംതുരുത്തി നീലകണ്ഠൻ നമ്പ്യാതിരി എന്ന് പറഞ്ഞ് വൈക്കത്തൊരു നമ്പൂതിരി ഉണ്ടായിരുന്നത്, അത് ഗാന്ധിജി വന്നപ്പോൾ അദ്ദേഹത്തെ അകത്ത് കയറ്റാതിരുന്നതും ഒക്കെ ആയിട്ടുള്ള കഥകൾ അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ പോലും നടക്കാൻ അവർ സമ്മതിച്ചിരുന്നില്ല. സവർണർ എന്ന് വിളിക്കപ്പെടുന്നവർ, സവർണർ എന്ന് പറഞ്ഞ പ്രയോഗം തെറ്റാണ്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ ജാതി കുശുമ്പം എന്നാണ്, അങ്ങനെ ഉള്ള ദുരാചാരങ്ങൾ ആചരിച്ചിരുന്നു. ഇതിനൊക്കെ ആരാണ് ഉത്തരവ്? ഇതൊക്കെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അടിസ്ഥാന തത്വങ്ങളെങ്ങും പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ അതിക്രമങ്ങൾക്ക് കാരണം ഈ ചെയ്തവൻ തന്നെയാണ്, മതമല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. മതത്തിലേക്ക് പോയി എന്തുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ സഹിച്ചത്? ഈ സാധാരണ ജനങ്ങൾ എന്തുകൊണ്ട് ഇതൊക്കെ സഹിച്ചു? എപ്പോഴിതൊക്കെ നിന്നു എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടും. എപ്പോഴാണ് ഇതൊക്കെ നിന്നത്? ഈ അത്യാചാരക്കാർ പശ്ചാത്താപം ഉണ്ടായി, ഇനി നമുക്ക് എവരെയൊന്നും ദ്രോഹിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അവർ തന്നെ നിർത്തിയതാണോ? അല്ല. അതെങ്ങനെ നിന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അത്യാചാരത്തിന് വിധേയരായവർ, പീഡിതർ അറിവ് നേടി, ഇത് ശരിയല്ല, ഇത് അന്യായമാണെന്ന് പറയാനുള്ള അറിവ് അവർ നേടി. എന്നിട്ട് സംഘടിച്ച് ശക്തരായി.
അങ്ങനെ എതിർത്തപ്പോഴാണ് ഇത് നിന്നത്. അല്ലെങ്കിൽ ഇത് ഒരിക്കലും നിൽക്കത്തില്ല. ഇത് കാലം ഉള്ളിടത്തോളം കാലം ഇതിങ്ങനെ നിലനിന്ന് പോയേനെ. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. ശ്രീനാരായണ ഗുരുവാണ് ഈ അറിവിനും ഈ സംഘടിത ശക്തിക്കും തിരിപകർന്ന ആളാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹം പറഞ്ഞ സംഘടിച്ചു ശക്തരാകുവിൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ. ഇത് രണ്ടെണ്ണം കൊണ്ടാണ് നിങ്ങൾ വിമോചിതരായത്. ഇത് രണ്ടെണ്ണം കൊണ്ടാണ് ഈ അതിക്രമക്കാരെ മാറ്റി നിർത്താൻ നമുക്ക് പറ്റിയത്. അങ്ങനെയാണ്. അപ്പോഴതിൻ്റെ കാരണം എന്താണ്? ഈ അത്യാചാരങ്ങൾക്ക് കാരണം എന്താണ്? അറിവില്ലാത്തത് കൊണ്ടാണ്, സംഘടനാ ശക്തി ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പം രണ്ടും വേണമായിരുന്നു. അന്നില്ലാത്തത് കൊണ്ട് സഹിച്ചു. അറിവില്ലാത്തവനെ ആരും ചവിട്ടി താഴ്ത്തും. അറിവ് നേടണം. ഇവർ എന്തിൻ്റെ പേരിലാണോ ഈ ഹുങ്കെടുക്കുന്നത്, ആ പുസ്തകങ്ങളിലൊന്നും ഇവർ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അത് മനസ്സിലാക്കിയപ്പോൾ, അത് ഗുരുദേവനെ പോലുള്ള ആൾക്കാർ മനസ്സിലാക്കിയപ്പോൾ ഇവിടെ ഈ അനാചാരങ്ങൾ അവസാനിച്ചു. ക്ഷേത്രങ്ങൾ മലർക്കെ തുറക്കപ്പെട്ടു. അയിത്തമില്ലാതായി. ഇതൊക്കെ എങ്ങനെയാ സാധിച്ചത്? അതതിനകത്തുള്ള ഈ അറിവ് നേടുക എന്നുള്ളതാണ്. എവരുടെ പുസ്തകങ്ങളിൽ തന്നെ പറയുന്ന കാര്യങ്ങൾ ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പ്രകടിപ്പിച്ചു, പ്രകാശനം ചെയ്തു. അപ്പോഴാണ്, ആ പ്രകാശത്തിലാണ് ഇതെല്ലാം ഉരുകി ഒലിച്ചു പോയത്. അത് നമ്മൾ മനസ്സിലാക്കും. അപ്പം എപ്പോഴും അറിവ് നേടുക, സംഘടിത ശക്തിയാവുക, ഇതാണ് ഹിന്ദു സമുദായം ചെയ്യേണ്ടത്. ഹിന്ദു സമുദായം എന്ന് പറയുന്നത് കുറേ അത്യാചാരക്കാരുടെ തറവാട് സ്വത്തല്ല. ഒരു തറവാടിൽ തന്നെ കുറേ ആൾക്കാർ അത്യാചാരം കാണിച്ചു കഴിഞ്ഞാൽ എല്ലാം നീ എടുത്തോ, ഞാൻ ദാ പോകുന്നു എന്നും പറഞ്ഞിട്ടൊക്കെ പോവുകയാണ് ചെയ്യുന്നത്. തറവാടിൽ തന്നെ നിന്നുകൊണ്ട് അവരെ അടിച്ച് പുറത്താക്കണം. അതാണ് വേണ്ടത്. അവരുടെ ശീലങ്ങൾ മാറ്റണം. അതാണ് തറവാടിൻ്റെ നന്മയ്ക്ക് എപ്പോഴും നല്ലത്. തറവാട് തന്നെ നീ എടുത്തോ എന്ന് പറയുന്ന പോലെ പറയുന്ന ഒരു ഭീരുത്വമാണ്. എന്താണ്? അടിമത്തമാണ്, അധമ മനോഭാവമാണത്. അതിന് നിങ്ങൾ കീഴടങ്ങരുത്. ഹിന്ദുമതത്തെ നിങ്ങൾ കയ്യിലെടുക്കൂ. ഹിന്ദുമതം നിങ്ങളുടെ സ്വന്തമാണ്. നിങ്ങൾ കയ്യിലെടുക്കൂ. അനാചാരക്കാരെയും അറിവില്ലാത്തവരെയും പുറത്താക്കൂ. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ കരഞ്ഞൊന്നടക്കുകയല്ല ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പണ്ട് ചെയ്ത കുഴപ്പങ്ങൾക്ക് ഇപ്പോഴും ഇങ്ങനെ പകരം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. പണ്ട് ഇവിടെ തിരുവിതാംകൂർ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്നു. അടിമത്തം വരെ ഉണ്ടായിരുന്നു, അടിമക്കച്ചവടം ഉണ്ടായിരുന്നു. അതൊക്കെ നിർത്തിയില്ലേ? അതുകൊണ്ട് ഈ രാജാവ് ഈ രാജ്യം ഞങ്ങൾക്ക് വേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു? ഈ രാജ്യം ഞങ്ങൾക്ക് വേണം, ഈ ഭരണം മാറണം, അതല്ലേ പറഞ്ഞത്? അതേ നയം തന്നെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, എല്ലാവരും സ്വീകരിക്കേണ്ടത്. എല്ലാവർക്കും എല്ലാ കാലത്തേക്കുള്ള ഒരു വലിയ മന്ത്രമാണ് സംഘടിച്ചു ശക്തരാവുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. അങ്ങനെയാണെങ്കിൽ അത്യാചാരങ്ങളെ അകറ്റി നിർത്താൻ പറ്റത്തുള്ളൂ. അത് നാം മനസ്സിലാക്കണം. കുറേ ആൾക്കാർക്ക് ഇതെല്ലാം കൂടെ ഹിന്ദുമതം എന്ന മതത്തെ, മഹാതത്വ നിധിയെ വിട്ടുകൊടുത്തിട്ട് തറവാട് സ്വത്ത് മുഴുവൻ കുറേ ആൾക്കാർക്ക് അവരുടെ അന്യായക്കാർക്കായിട്ട് വിട്ടുകൊടുത്തിട്ട് നിസ്വരായി നടക്കരുത്. നിങ്ങളുടേതും കൂടിയാണ്. അതുകൊണ്ട് അതിൻ്റെ ഉടമസ്ഥതയിൽ പങ്കാളികളാവുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഇട്ടിട്ട് പോവുകയല്ല, വിമർശിച്ചിട്ടും കാര്യമില്ല. പണ്ടത്തെ അനാചാരങ്ങൾ പറഞ്ഞ് വിമർശിച്ചിട്ടും കാര്യമില്ല. നിങ്ങളത് എടുക്കുക. ഇതാണ് ചെയ്യേണ്ടത്. അപ്പം എല്ലാവരും പ്രബുദ്ധരായിട്ട്, വിദ്യ കൊണ്ട് പ്രബുദ്ധരായി ഇത് ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.